തീയതി ഡിസംബർ എന്നുള്ളതാണ്. കേരളത്തിൽ ശേഷിക്കുന്ന മുഴുവൻ ഡയാലിസിസ് കേന്ദ്രങ്ങളിലും ഇത് സാധ്യമാക്കണമെന്നാണുള്ളതാണ് നമ്മൾ കരുതുന്നത്. പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഡയാലിസിസ് സൗകര്യം ഉണ്ടായിരുന്നില്ല. അവിടെ ഡയാലിസിസ് യാഥാർത്ഥ്യമാവുകയാണ്. എന്തിനാണ് കേരളത്തിലെ ആരോഗ്യ മേഖലയെ ആക്രമിക്കുന്നത്? ഞാൻ പറഞ്ഞു, കോട്ടയം ജില്ലയിൽ 2 ഡയാലിസിസ് കേന്ദ്രങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ നോക്കൂ, എല്ലാ നിയോജക മണ്ഡലങ്ങളും ഡയാലിസിസ് ചിലതായി കഴിഞ്ഞു, ചിലതാകാനായിട്ട് പോകുന്നു. അത് പ്രവർത്തനം പൂർത്തീകരിക്കുകയാണ്. തൊട്ടടുത്ത് കാഞ്ഞിരപ്പള്ളി പൂർത്തിയാകും, അതിന് പിന്നാലെ ചങ്ങനാശ്ശേരിയാകും. പാമ്പാടിയിൽ ഏതാണ്ട് പൂർത്തിയായി. അവിടെ വെള്ളത്തിന്റെ മാത്രം കണക്ഷൻ കിട്ടിയാൽ മതി. സർക്കാർ ചുമതലയേൽക്കുമ്പോൾ 12 മാത്രമേ ഡയാലിസിസ് കേന്ദ്രങ്ങളുള്ളൂ സംസ്ഥാനത്ത്. ഇന്ന് എത്രയാണെന്നറിയാമോ? ഇന്ന് 119 ആശുപത്രികളിൽ ഡയാലിസിസ് സൗകര്യമുണ്ട്. ഇതിനാണോ കേരളത്തിലെ ആരോഗ്യ മേഖലയെ ആക്രമിക്കുന്നത്? ഇതിനാണോ ആക്രമണമെങ്കിൽ ആ ആക്രമണത്തെ ബഹുമാനപ്പെട്ട MLA പറഞ്ഞതുപോലെ പൂച്ചെണ്ടായിട്ട് സ്വീകരിക്കും. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കേരളത്തിലെ നിസ്സഹായരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്.